മെറ്റാഫോഴ്സിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഏതൊരു ഡിജിറ്റൽ അസറ്റുകളുടെ മൂല്യം വർധനവ് എന്ന് പറയുന്നത് അതിന് കൃത്യമായ ഒരു ട്രസ്റ്റഡ് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ഇന്ന് ഓൾമോസ്റ്റ് 1.6 മില്യണിൽ കൂടുതൽ കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു പ്രൊജക്റ്റാണ് മെറ്റാഫോഴ്സ് എന്ന് പറയുന്നത്. മെറ്റാഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുന്ന യാത്രയിൽ അത്രയും തന്നെ ഇതിൽ ഒരു അച്ചീവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. വിഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം വെബ്3യിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഓഫ് വെബ്3 എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. മെറ്റാവേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം ഇന്ന് നിലവിൽ ഒരു ഫൈനൽ സ്റ്റേജിൽ ലോഞ്ചിങ് സൈഡിൽ നിൽക്കുന്ന ഒരു ഫൈനൽ സ്റ്റേജിലാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. മെറ്റാവേഴ്സ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിലൂടെയുള്ള NFTയും അതേപോലുള്ള മുന്നോട്ടുള്ള ഓരോ പ്രോഗ്രാമുകളും മനാ റിയൽ എസ്റ്റേറ്റ് പോലുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ പോലെയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മെറ്റാഫോഴ്സ്. ഇതിലൂടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് തന്നെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എന്തൊരു പ്രോഗ്രാമുകൾക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിജിറ്റൽ പ്രോഗ്രാമുകൾക്ക് ഒരു താങ്ങി നിർത്തുന്നത് എന്ന് പറയുന്നത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അത് ഇന്ന് 1.6 മില്യണിൽ കൂടുതൽ എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. ഏതൊരു പ്രോജക്റ്റ് നോക്കുകയാണെങ്കിലും മേ ബി 1 ലക്ഷത്തിൽ കൂടുതൽ ഒരു ട്രസ്റ്റഡ് കമ്മ്യൂണിറ്റി കൃത്യമായിട്ട് മുന്നോട്ടുള്ള യാത്രയിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. മെറ്റാഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ 1.6 മില്യൺ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ് ഓൾറെഡി. അതോടൊപ്പം തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് മെറ്റാഫോഴ്സിൻ്റെ MFS എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കോയിൻ ലോഞ്ച് ചെയ്യുന്നത്. അത്രയും ഇപ്പോൾ അതിൻ്റെ മൈനിങ് സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 70% കൂടുതൽ മൈനിങ് ക്വാണ്ടിറ്റി മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 58.5 മില്യണേ ഉള്ളൂ, 58.5 ക്രോഴ്സേ ഉള്ളൂ. ആ ക്വാണ്ടിറ്റിയുടെ ഓൾമോസ്റ്റ് 70% മൈനിങ് ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഓൾമോസ്റ്റ് ലിസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിസ്റ്റിങ്ങോട് ഒപ്പം തന്നെയാണ് മെറ്റാവേഴ്സിൻ്റെ ലോഞ്ച് വരാൻ പോകുന്നതും. സോ ഇതിലൂടെ വരുന്ന അല്ലെങ്കിൽ ഇതിലൂടെ കളക്ട് ചെയ്യുന്ന അസറ്റുകൾക്ക് അത് NFT ആവട്ടെ MFS ആവട്ടെ എല്ലാം തന്നെ അതിൻ്റെ മൂല്യവർദ്ധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഒത്തിരി വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സോ വിഷനും മിഷനും വളരെ ക്ലിയർ ആണ്. ലാഡോ കൃത്യമായ റോഡ് മാപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ സമയത്ത് തന്നെയുള്ള പ്ലാൻ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനെ ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതാണ്. സോ മാക്സിമം നല്ല രീതിയിൽ മനസ്സിലാക്കുക, വലിയ ഏർണിങ്സ് ഉണ്ടാക്കുക, നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യുക. താങ്ക് യു.